അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പല ആളുകൾക്കും വളരെ വലിയ നിരാശ തോന്നുന്ന ഒരു സമയമാണ്. നമ്മൾ വളരെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പണവും ആരോഗ്യവും സമയമൊക്കെ ചെലവഴിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഇത് മക്കൾക്കാവാം, മാതാപിതാക്കൾക്കാകാം, ഭാര്യയ്ക്ക് വേണ്ടിയാകാം, ഭർത്താവിനാകാം, നമ്മൾ വളരെ ത്യാഗം ചെയ്ത് അവർക്കെല്ലാ സേവനങ്ങളും ചെയ്തിട്ട് പിന്നെ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ നമ്മളോട് പറയുകയാണെന്ത്, യാതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത, യാതൊന്നും ചെയ്തു തരാത്ത, അങ്ങനൊന്നൊരു വിചാരം തന്നെ നമ്മളെപ്പറ്റി അവർക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത നിരാശയും വല്ലാത്ത വിഷമവും തോന്നുക സ്വാഭാവികമാണ്. ഇത് അവർ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ കളവ് പറയുന്നതാണ് എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുക. കാരണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. ഒരു പിതാവാകുമ്പോൾ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ഭാര്യയാകുമ്പോൾ ഭർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവരത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുത്താൽ പോരാന്നാണ്, അത് കൊടുക്കുന്നത് പോലെ കൊടുക്കണം എന്ന വലിയൊരാശയം നമുക്ക് വേണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് തന്നെ കൊടുത്താലും നമ്മൾ ഉമ്മ വാപ്പ എന്ന നിലക്കുള്ള ഒരു വിചാരം അവരുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ അങ്ങനത്തെ ഒരു ടച്ചും കൂടി നമുക്ക് അവരേറ്റ് വേണം. വെറും പണം കൊടുത്തത് കൊണ്ടോ, ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത് കൊണ്ടോ, ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തത് കൊണ്ടോ മാത്രം ഉണ്ടാവുന്നതല്ല അത്. ഒരു പക്ഷേ ഇത് മനസ്സിലാവാൻ നമുക്ക് ഒരു വളരെ ലളിതമായ ഉദാഹരണം, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ പാർട്ടി പോലും നോക്കാതെ ഓരോ മെമ്പർമാർക്ക് വോട്ട് ചെയ്യുന്നത് നമ്മളുടെ അനുഭവമാണ്. അപ്പോൾ എന്തുകൊണ്ടാണത്? അവരെന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് തന്നതുകൊണ്ടല്ല. ഒരുപക്ഷെ നന്നായി നാട്ടിൽ വികസനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അവരൊന്നും ചിലപ്പോൾ പിന്നെ വിജയിച്ചോളുന്നില്ല. കാരണം എന്താ അറിയോ? ജനങ്ങളുമായുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് നൽകുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നൽകുകയാണ് എന്നുള്ള ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളൊരു മിഠായി വാങ്ങി പോകുമ്പോൾ പോലും വീട്ടിലെത്തുമ്പോൾ അത് അവിടെ എവിടെയെങ്കിലും മേശപ്പുറത്തോ സ്ഥലത്തോ നമ്മളത് വെച്ചു, കുട്ടികളത് കണ്ടുപിടിച്ചെടുത്തു എന്നതിലുപരി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ കാത്തു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോൺ ചെയ്ത് ഞാനിപ്പോൾ വരുന്നുണ്ട് അറിയുമ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വളരെ സ്നേഹത്തോടു കൂടെ അവരിലൊരു ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാക്കി നമ്മളത് കൊടുക്കുമ്പോൾ അത് കിട്ടിയ ഒരു ഓർമ്മ ഉണ്ടായിരിക്കും. അതിലൊരു മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ടായിരിക്കും. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചില മരുമക്കൾ എന്ത് ചെയ്യും, അമ്മായിമ്മക്കും വീടിനും വേണ്ടി വളരെ കഷ്ടപ്പെട്ട് സേവനം ചെയ്യും, ജീവിതം തന്നെ അവരതിനു വേണ്ടി നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതൊന്നും യാതൊരു വീടിൻ്റെ അടുക്കള പോലും കാണാത്ത ചില മരുമക്കൾ എന്ത് ചെയ്യും, ആ അമ്മായിമ്മയും അമ്മോശനുമായിട്ടുള്ള അവരുടെ ബന്ധം ചില സമ്മാനങ്ങൾ കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ച്, രാവിലെ വൈകുന്നേരം വിളിച്ച് എന്താണ് വർത്തമാനം ചോദിച്ചിട്ട് ആ മരുന്ന് കഴിച്ചോ ഈ മരുന്ന് കഴിച്ചോ എന്നൊക്കെ 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അവരോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ എത്രയോ ഇരട്ടി ത്യാഗവും അധ്വാനവും ചെയ്യുന്ന മരുമക്കളോടുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരാത്മബന്ധം കൂടെ നമ്മൾ ആ നൽകലിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സമ്മാനം കൊടുക്കൂ, നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ അതാണ്. നമ്മൾ കൊടുക്കുന്നതിലൂടെ പരസ്പരം ഒരു സ്നേഹമുണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? സാധ്യമാകണം എന്നാണ്. ഇതില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തു തന്നെ ചെയ്താലും ആ ചെയ്തു എന്നത് നമ്മൾ ഇനി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ പറയും അത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ, അത് ഞങ്ങളുടെ അവകാശമല്ലേ എന്ന് പറയാനാണ് സാധ്യത. അതായത് നമ്മൾ മക്കൾക്ക് കൊടുത്തു, പിന്നെ കുറേ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ അതൊക്കെ വാപ്പ ചെയ്യേണ്ടതല്ലേ, അതൊക്കെ ഭർത്താവ് ചെയ്യേണ്ടതല്ലേ, അതൊക്കെ ഭാര്യ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ അധ്വാനങ്ങൾ പാഴായി പോകാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്നതും നമ്മൾ പരസ്പരം സഹകരിക്കുന്നതുമെല്ലാം അവരുടെ ഹൃദയത്തിൽ തൊട്ട് അവരുടെ ഒരു ആത്മബന്ധമുണ്ടാക്കി അതിന് അനുസരിച്ചുള്ള സംസാരങ്ങളും ഇടപഴകലുകളും വിനിമയങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് ശീലിക്കാത്ത ആളുകൾ അതൊക്കെ ഒന്ന് ശീലിച്ചു വരണം.
നമ്മുടെ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പരസ്പരം ഇനി അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല എന്ന് തന്നെ വിചാരിക്കും, എന്നാൽ പോലും ഭയങ്കരമായ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ നമ്മൾ തമ്മിലുണ്ടാകും. ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ അവർക്കൊക്കെ ആളുകളിലൊക്കെ ഭയങ്കര ബന്ധമാണ്, പക്ഷെ അയാളെ കൊണ്ടൊന്നും ഒരു ഉപകാരം, ഒരു ഉപദേശം കൊണ്ടുള്ള ഉപകാരമോ അല്ലെങ്കിൽ ഒരു പണം, ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊക്കെ നാട്ടിലെ ആളുകൾക്ക് പ്രിയപ്പെട്ട ആളാണ്. എങ്ങനെ ഈ പ്രിയപ്പെട്ടതായത്? അതൊക്കെ ആ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു ഭംഗി മാത്രമാണ്. ഒരു മരണപ്പെട്ട സ്ഥലത്ത് ചെന്നപ്പോൾ എത്രങ്ങാനും ജനങ്ങളാണ് അവിടെ, ധാരാളക്കണക്കിന് ആളുകൾ. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അയാൾ ആരെങ്കിലും കണ്ടാൽ നമ്മളെന്ത് ചെയ്യും, എവിടുന്ന് പോണു, നമ്മൾ അവസാനിച്ചു. പക്ഷേ അങ്ങനെ അയാളെ വണ്ടി നിർത്തി അയാൾ അവരോടൊന്ന് സംസാരിച്ച് വിശേഷങ്ങൾ ചോദിച്ച് പോകും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിളിക്കും, അങ്ങനെ അവരുടെ ഏറ്റവും നന്നായി സംസാരിക്കും, അവരുടെ സാഹചര്യങ്ങൾ ചോദിച്ചറിയും. അയാളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അത് എന്നോട് അങ്ങനെ സംസാരിച്ചല്ലോ എന്നുള്ളൊരു ആത്മബന്ധം അയാൾക്ക് മരണസമയത്ത് അയാളുടെ മരിച്ചോടത്ത് വരണം, അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന മനസ്സിലേക്ക് ആളുകളെ എത്തിച്ചു. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. തീർച്ചയായും നമ്മളെ വിളിക്കുന്നവരോടും നമ്മൾ സംസാരിക്കുന്നവരോടും ഫോൺ ചെയ്യുന്നവരോടുമൊക്കെ നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ വലിയ ആത്മബന്ധങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അള്ളാഹു സഹായിക്കട്ടെ.